പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം വേദയോട് പറയുന്നുണ്ട്, വേദ, നിന്നെ അമ്മ ഒരുപാട് അപമാനിച്ചു. മറ്റുള്ളവരുടെ മുന്നിൽ നീ അപമാനിതയായി നിൽക്കുന്നത് കണ്ട് എനിക്കൊരുപാട് വിഷമം തോന്നി. ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. അമ്മയോട് നീ ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, നീ എന്നോട് അമ്മയ്ക്ക് വേണ്ടി മാപ്പ് ചോദിക്കേണ്ട ആവശ്യമില്ല. അമ്മ എന്നെ എന്ത് പറഞ്ഞാലും അതെല്ലാം ഞാൻ അമ്മയ്ക്ക് ക്ഷമിച്ചു കൊടുക്കും, അത് എൻ്റെ മരണം വരെ. പക്ഷേ നീ എന്നോട് ചെയ്ത തെറ്റുകൾക്കൊന്നും ഞാൻ നിനക്ക് മാപ്പ് തരില്ല. ഇനി ഒരിക്കലും നീ എൻ്റെ കൺമുന്നിലേക്ക് വരരുത്. എനിക്ക് നിന്നെ ഇനി കാണേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വേദ വിക്രമിനെ തള്ളി റൂമിന് പുറത്തേക്കാക്കി പെട്ടെന്ന് ഡോറങ്ങ് ലോക്ക് ചെയ്യുന്നു. ഇത് വിക്രമിനെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. വിക്രമിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ട്. പതുക്കെ കണ്ണുനീർ തുടച്ച് പുറത്തു പോയിരിക്കുന്നുണ്ട് വിക്രം പഴയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. താൻ വേദയോട് തെറ്റാണ് ചെയ്തത്. താൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. വേദ ഒരുപാട് വിഷമത്തോടെയാണ് ഇതെല്ലാം പറയുന്നത്. അവൾ ഒരുപാട് സഹിച്ചു, എനിക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടി. ഇതെല്ലാം പറയുമ്പോഴും അവളുടെ മനസ്സ് നിറയെ ഞാനാണെന്ന് എനിക്കറിയാം. പക്ഷേ അവൾക്കൊന്നും എന്നോട് ക്ഷമിച്ചു തരാൻ കഴിയുന്നില്ല. ഇങ്ങനെ വിക്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേസമയം കമലാമ്മ വീട്ടിലെത്തിയതും വേദയെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ ഒരിക്കലും നന്നാവില്ല, എൻ്റെ മകനെ നല്ലതിനു വേണ്ടി അവൾ സംസാരിക്കുന്നു, എല്ലാം അഭിനയമാണ്, അവൾക്ക് എൻ്റെ മകനെ നശിച്ചു കാണാൻ വേണ്ടിയാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വേദയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് വിഷത്തിനൊട്ടും സഹിക്കുന്നില്ല. പെട്ടെന്ന് വിഷം പറയുന്നുണ്ട്, എന്തിനാ അമ്മ വേദയെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൾ അമ്മയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി നല്ലത് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. ഇന്ന് തന്നെ കണ്ടില്ലേ, അമ്പലത്തിൽ വെച്ച് എല്ലാവരും അമ്മയെ അപമാനിച്ചപ്പോൾ അമ്മയുടെ കൈ പിടിച്ച് അമ്പലത്തിലേക്ക് കയറി അമ്മയ്ക്ക് വേണ്ടി സംസാരിച്ചത് വേദയല്ലേ? എന്നിട്ടും എന്തിനാ വേദ ഇങ്ങനെ കുറ്റം പറയുന്നതെന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും നന്ദിനി കമലാമ്മയ്ക്ക് സപ്പോർട്ടായി സംസാരിക്കുകയാണ്. അത് വിശ്വേട്ടാ, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്, അതെല്ലാം വേദയുടെ ഒരു അഭിനയമാണ്. ഈ കുടുംബത്തിന് വേണ്ടി അവൾ എത്രമാത്രം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ ദേഷ്യം മാറി അമ്മയുടെ മനസ്സിൽ കയറി പറ്റാനുള്ള അവളുടെ ഒരു അഭിനയമാണ്. ഇത് കേട്ട് ആ കമലാമ്മ പറയുന്നുണ്ട്, അവൾ അഭിനയിച്ചാലെന്താ? അവളുടെ അഭിനയം കണ്ടൊന്നും എൻ്റെ മനസ്സലിയില്ല. അവൾ എന്നോട് ചെയ്ത ദ്രോഹമൊന്നും എൻ്റെ മരണം വരെ ഞാൻ മറക്കില്ല. ഇതെല്ലാം കേട്ട് കൺമണി അവിടെ നിൽക്കുന്നുണ്ട്. കൺമണി പറയുന്നുണ്ട്, അമ്മേ, എന്തിനാ അവൾ ഈ പ്രോഗ്രാമിന് വന്നത്? അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. ഇവിടെ നിന്നും അവളെ ഈ ഉത്സവത്തിന് ക്ഷണിക്കാൻ ചെല്ലുന്ന സമയത്ത് അവൾ എല്ലാവരോടുമായി പറയേണ്ടിയിരുന്നു, ഇവിടുത്തെ കുടുംബവുമായി ഒരു ബന്ധവും തനിക്കില്ലെന്നും താൻ ഈ പ്രോഗ്രാമിന് വരില്ലെന്നും അവൾ പറയണമായിരുന്നു. എന്തുകൊണ്ട് അവൾ പറയാതിരുന്നത്? ഇത് കേട്ടതും ശ്രീജ പറയുന്നുണ്ട്, എന്തിനാ കൺമണി അമ്മയെ ഇങ്ങനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാനായി ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് കേട്ടതും കമലാമ്മ പറയുന്നുണ്ട്, എന്താ ആ കൺമണി പറഞ്ഞത് സത്യമല്ലേ? ഈ ഉത്സവത്തിന് എൻ്റെ മകൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവളല്ലേ ചെയ്തത്. ഇനി എന്തെല്ലാം ചെയ്യാനിരിക്കുന്നു? ഉത്സവം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇത് കേട്ടതും കൺമണി പറയുന്നുണ്ട്, അമ്മേ, ഞാനൊരു കാര്യം ചെയ്യട്ടെ, കോടതിയിൽ പോയി ഉത്സവം നിർത്തിവെക്കാനുള്ള ഒരു അപ്പീൽ മേടിച്ചുകൊണ്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും കമലാമ്മ പറയുന്നുണ്ട്, വേണ്ട കൺമണി, അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ദേവിയുടെ കോപം ലഭിക്കും. കുറച്ച് വർഷങ്ങൾ മുൻപ് വരെ ഈ ഉത്സവത്തിന് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ മാത്രമാണ് ഒന്ന് നേരാവണ്ണം നടന്നത്. എന്തായാലും നമ്മൾ കാരണം ഇത് മുടങ്ങരുത്. കൺമണിയുടെ സംസാരം കേട്ട് വിശ്വത്തിന് ദേഷ്യം വരുന്നുണ്ട്. വിശ്വം പറയുന്നുണ്ട്, എന്തിനാ കൺമണി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അതിനിടയിൽ കയറി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിനക്ക് വല്ല ബോധവുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീജ പറയുന്നുണ്ട്, കൺമണി, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നം ഞങ്ങൾ തന്നെ പറഞ്ഞു തീർത്തുകൊള്ളാം. അതിനിടയിലേക്ക് കയറി വന്ന് നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കണ്ട, ഇതിലിടപെടേണ്ട. ശ്രീജയുടെ വെട്ടി തുറന്നുള്ള സംസാരം കേട്ട് കൺമണി പറയുന്നുണ്ട്, അല്ല ചേച്ചി, എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അപ്പോൾ ഈ കുടുംബത്തിലൊരു അംഗമല്ലേ എന്ന് ചോദിക്കുമ്പോൾ വിനയൻ കൺമണി ചോദിക്കുന്നു, ഇല്ലല്ലോ, നിങ്ങൾ ഏതർത്ഥത്തിലാണ് ഈ കുടുംബവുമായി ബന്ധമുണ്ടാവുന്നത്? ഇത് കേട്ട് കൺമണി പറയുന്നുണ്ട്, അല്ല, ഞാൻ വിക്രമുമായിട്ടുള്ള എൻ്റെ വിവാഹം നടക്കുകയായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പോലെ ഈ വീട്ടിലൊരു മരുമകളായി തീർന്നേനെ എന്ന് പറയുമ്പോൾ വിനയം പറയുന്നുണ്ട്, അതിന് ആ വിവാഹം നടന്നില്ലല്ലോ. ഇപ്പം വരേക്കും വിക്രമിൻ്റെ ഭാര്യ വേദ തന്നെയാണ്. നിയമപ്രകാരം വിക്രമും വേദയും ഭാര്യ ഭർത്താക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ അവർക്കുണ്ടാവുന്ന ഒരു അവകാശവും നിനക്കുണ്ടായിരിക്കില്ല. നിനക്കിങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാനേ കൺമണി കഴിയൂ.
ഇത് കേട്ട് കൺമണി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഓഹോ, അപ്പോൾ ഞാൻ ഈ വീട്ടിലെ ഒരു അംഗമല്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, നോക്കാം. നിങ്ങൾ ഓർത്തു വെച്ചോ, ഒരിക്കൽ വിക്രമുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ് ഞാൻ വീടിനകത്തേക്ക് വരും. അതിനുശേഷം ഇവിടുത്തെ റേഷൻ കാർഡിൽ മൂന്നാമത്തെ മരുമകളുടെ പേരിൻ്റെ സ്ഥാനത്ത് വേദയുടെ പേര് മാറ്റി എൻ്റെ പേര് എഴുതി ചേർക്കും. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പേര് കൺമണി എന്നായിരിക്കില്ല എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചോണ്ടിരിക്കുകയാണ്. ഇതേ സമയം വിക്രം കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വേദ വരുന്നുണ്ട്. വേദ ഒരു ടവലെടുത്ത് തോളിലിട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇത് വിക്രം കാണുന്നുണ്ട്. പെട്ടെന്ന് കോൾ കട്ട് ചെയ്ത് വേദയോട് ചോദിക്കുന്നുണ്ട്, എന്താ വേദ നീ ഇങ്ങനെ നടക്കുന്നത്? നീ കുളിക്കാനെന്നും പറഞ്ഞു പോയതല്ലേ, എന്നിട്ടെന്താ ഇറങ്ങി വന്നത്? നിൻ്റെ കുളി കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ. അല്ല, നേരം വൈകിയാലുണ്ടല്ലോ അമ്പലത്തിൽ എന്തുകൊണ്ട് നേരത്തെ എത്തിയില്ല എന്ന് പറഞ്ഞ് അവിടെ പ്രശ്നമുണ്ടാവും. കേട്ടതും വേദ പറയുന്നുണ്ട്, അതിന് വൈകിക്കണമെന്ന് എനിക്കും ഒട്ടും താല്പര്യമില്ല. ബാത്റൂമിലെ ഹീറ്റർ ഓൺ ആവുന്നില്ല. ചുടുവെള്ളമില്ലാതെ എനിക്ക് കുളിക്കാൻ പറ്റില്ല. ഇവിടെ ചേച്ചി ഉണ്ടോയെന്ന് നോക്കിയതാ. ആ ചേച്ചി ഉണ്ടെങ്കിൽ എനിക്ക് അല്പം വെള്ളം വെച്ച് തരുമായിരുന്നു. പക്ഷെ ആ ചേച്ചിയും കാണുന്നില്ല എന്ന് പറയുകയാണ് വേദ. കേട്ട് വിക്രം പറയുന്നുണ്ട്, ഓ നിന്നോടത് ഞാൻ പറയാൻ മറന്നതാ. ആ ചേച്ചി സുഖമില്ലാത്തത് കൊണ്ട് വരില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യ് വേദേ, നീ പച്ചവെള്ളത്തിൽ കുളിക്കുമെന്ന് പറയുന്നു. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, ഇല്ല, ഇങ്ങനെ പരിചയമില്ലാത്ത സ്ഥലത്ത് നിന്നും പച്ചവെള്ളത്തിൽ കുളിച്ചാൽ എനിക്ക് കോൾഡ് വരും. ഇവിടുത്തെ വെള്ളത്തിനൊക്കെ എന്തൊരു തണുപ്പാ. ശരി, ഞാനിതാ വരുന്നു, നിനക്ക് ചുടുവെള്ളവുമായിട്ട് വരാമെന്ന് പറയുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ വിക്രം, ഇവിടെ ആളില്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെ വെള്ളം വെക്കാനാന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇവിടെ വിറകടുപ്പുണ്ട്, അതിൽ വെച്ചാലും വെള്ളം ചൂടാവും. നീ ഒന്നും മിണ്ടാതിരിക്കെ, നിനക്കിപ്പോൾ കുളിക്കാൻ വെള്ളം കിട്ടണം, ചുടുവെള്ളം തന്നെ വേണമെന്നല്ലേ നിർബന്ധമുള്ളൂ. അതെങ്ങനെ ഉണ്ടാവുന്നു എന്ന് നീ അറിയേണ്ട ആവശ്യമില്ല. നിനക്ക് ഞാനിതാ വെള്ളം കൊണ്ടുവരാം, നീ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞതും വിക്രം ഒരു പാത്രത്തിൽ ചുടുവെള്ളവുമായി വരുവാണ്. ഇത് കണ്ടതും വേദ ചോദിക്കുന്നുണ്ട്, അല്ല, വെള്ളം നല്ലവണ്ണം ചൂടായില്ലേ? ഓ, ചൂടായിട്ടുണ്ട് എന്ന് നിനക്ക് ടെസ്റ്റ് ചെയ്യണോ? നിൻ്റെ മുഖത്തേക്ക് കുറച്ച് ഒഴിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, ഓ അതിൻ്റെ ആവശ്യമില്ല, നീ പച്ചവെള്ളത്തിൽ ഈ ചുടുവെള്ളം മിക്സ് ചെയ്ത് ബാത്റൂമിലേക്ക് വെച്ചേക്ക്. വിക്രം വെള്ളവുമായി അകത്തേക്ക് പോകുന്നു. പെട്ടെന്നാണ് വിക്രമിൻ്റെ അയ്യോ എന്ന് പറഞ്ഞുള്ള നിലവിളി കേൾക്കുന്നത്. വേദ ഓടി ചെല്ലുന്നുണ്ട്. വിക്രമിനെ പിടിച്ച് കൊണ്ടുവന്ന ഒരു ചെയറിൽ ഇരുത്തുവാണ്. വിക്രമിൻ്റെ കാലിലൂടെ ചുടുവെള്ളം പോയിരിക്കുകയാണ്. വിക്രമിൻ്റെ നീറ്റിൽ സഹിക്കാൻ കഴിയുന്നില്ല. അയ്യോ എനിക്ക് വേദനിക്കുന്നു, എരിയുന്നു, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം കരയുന്നുണ്ട്. ഇത് കണ്ടതും വേദ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന്. വേദ നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്യുമെന്ന് പറയുന്നു. ഇത് കേട്ടതും വേദ പെട്ടെന്ന് കിച്ചണിലേക്ക് ഓടി വന്ന് അവിടെ നിന്നും കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തുകൊണ്ട് വന്ന് വേഗം വിക്രമിൻ്റെ കാലിലെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. വേദ വളരെ ടെൻഷനോട് കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. വിക്രം വേദയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞത് വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, അല്ല വിക്രം, നീ എന്താ ഇങ്ങനെ? നീ എപ്പോഴാണ് സീരിയസ് ആവുന്നത്, എപ്പോഴാണ് നീ തമാശ കാണിക്കുന്നതെന്ന് എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല. ഇതെല്ലാം സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ, പക്ഷേ നീ അതെല്ലാം വളരെ നിസ്സാരമായി കാണുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇപ്പം തന്നെ നോക്ക്, നിൻ്റെ കാലിൽ ചുമന്ന് തൊടുത്തിരിക്കുന്നു. ഇത് ഇങ്ങനെ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അല്ലായിരുന്നെങ്കിൽ എന്തായേനെ? നീ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ? ഇതെല്ലാം ഞാൻ വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ലല്ലോ വേദേ, അറിയാതെ പറ്റിയതല്ലേ. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, ഇത് എൻ്റെ കൂടി തെറ്റാണ്. ഞാനല്ലേ നിന്നോട് ചുടുവെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടത്, അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. എന്നാലും നിനക്ക് അല്പം ശ്രദ്ധിച്ചൂടെ വിക്രം? ചൂടുള്ള വെള്ളമല്ലേ നീ കൊണ്ടുപോയത്, അപ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടതല്ലേ എന്ന് വേദ ചോദിക്കുന്നുണ്ട്. ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇതിനേക്കാൾ എത്രയോ വലിയ മുറിവുകൾ എനിക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടിട്ടുമുണ്ട്. ഇത് നീ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു മുറിവല്ല. ഇത് ചുടുവെള്ളമാണ് വീണിരിക്കുന്നത്. ഉള്ളിലാകെ വെന്തു പോയിട്ടുണ്ടാവും. അത് ഉണങ്ങണമെങ്കിൽ ഒരുപാട് ദിവസം എടുക്കും. നീ കുഴപ്പമില്ലെന്ന് പറയുമ്പോഴും എനിക്ക് പേടിയാണ്. സത്യമാണോ നീ പറയുന്നത്? നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇത് കേട്ട് വിക്രം ആകെ ഡൗട്ട് അടിച്ചിരിക്കുകയാണ്. ഇത് വേദ തന്നെയാണോ സംസാരിക്കുന്നത്? ഇവളെന്താ ഇത്ര മയത്തിൽ ഇത്ര സ്നേഹത്തോടെ എന്നോട് സംസാരിക്കുന്നത് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത് പെട്ടെന്ന് മാറിക്കോളും, നീ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുന്നു. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, പിന്നെ ടെൻഷൻ ആവാതെ, നിനക്കാണ് സംഭവിച്ചതെങ്കിലും അത് കാണുമ്പോൾ എനിക്ക് പേടിയാണ്. ഞാൻ കാരണമാണല്ലോ ഇത് സംഭവിച്ചത് എന്നുള്ള ഒരു മനസ്സിനൊരു വേദനയും എനിക്കുണ്ട്.
ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വേദപ്പെട്ട അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് വിക്രം വേദയുടെ കയ്യിൽ പിടിക്കുന്നത്. വേദേ, എന്തിനാ വിളിച്ചേ എന്ന് വേദ ചോദിക്കുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, അല്ല, നിന്റെ മനസ്സിൽ മുഴുവനും എന്നോടുള്ള സ്നേഹമാണ്. അത് മറച്ചു വെച്ച് എന്നോട് എന്തിനാണ് പുറമേ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? ഇത് കേട്ടതും പെട്ടെന്ന് വേദ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അയ്യോ, ഞാനെല്ലാം മറന്നു പോയല്ലോ. ഓർമ്മയില്ലാതെ പഴയതുപോലെ വിക്രമിനോട് പെരുമാറുന്നു. ഓർമ്മയില്ലാതാണല്ലോ ഇവനോട് ഞാൻ സ്നേഹത്തോടെ സംസാരിച്ചത്. ഇനിയിപ്പോൾ ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചതും പെട്ടെന്ന് വേദ ദേഷ്യം അഭിനയിച്ച് വിക്രമിനോട് പറയുന്നുണ്ട്, ദേ, നീ എന്തായി ചെയ്യുന്നത്? എൻ്റെ കൈവിട്. എന്താ വേദ ഇത്? ഇപ്പോഴല്ലേ നീ എന്നോട് സ്നേഹത്തോടെ സംസാരിച്ചത്? പെട്ടെന്നെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, അത് എനിക്ക് നിന്റെ വേദന കണ്ട് അല്പം അലിവ് തോന്നി ഞാൻ സംസാരിച്ചതല്ലേ. അത് നീ അഡ്വാൻറ്റേജായി എടുത്ത് എൻ്റെ തലയിൽ കയറരുത്. അങ്ങനെ ഉണ്ടായാലുണ്ടല്ലോ നിന്റെ തലവഴി ഞാൻ തന്നെ ചുടുവെള്ളം എടുത്തുകൊണ്ട് വന്ന് തലവഴി ഒഴിക്കും. അല്ല വേദേ, നിന്റെ തലയ്ക്ക് ആരെങ്കിലും അടിച്ചോ? അല്ല, ചില നേരങ്ങളിൽ നീ പെട്ടെന്ന് നിന്റെ വാക്കുകളെല്ലാം മാറ്റിമറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ചോദിച്ചതാണെന്ന് വിക്രം പറയുന്നു. നീ വല്ലാണ്ട് ഓവറായി സംസാരിക്കേണ്ട, എൻ്റെ സ്വഭാവം മാറുമെന്ന് വേദ പറയുന്നുണ്ട്. നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യാമോ എന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. എന്താണെന്ന് വേദ ചോദിക്കുമ്പോൾ, ദയവ് ചെയ്ത് നീ സംസാരിക്കുമ്പോൾ നിന്റെ സ്വഭാവം എപ്പോൾ മാറുമെന്ന് എനിക്ക് അറിയുന്നില്ല. അതുകൊണ്ട് സ്വഭാവം മാറുമ്പോൾ നീ ഒന്ന് പറയണം എന്നോട്. അല്ലാതെ അത് കണ്ടുപിടിക്കാനുള്ള ബുദ്ധി എനിക്കില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ, എൻ്റെ സ്വഭാവം ഇത് തന്നെയാണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് വേദ അവിടെ നിന്നും പോകുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞതും വിക്രമും വേദയും ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അമ്പലത്തിലെത്തുന്നു. അവിടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വേദയും വിക്രമും കൂടിയാണ് ആ ചടങ്ങ് നിർവഹിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് അവർ അമ്പലത്തിലെത്തിയിരിക്കുന്നത്. വിക്രമിൻ്റെ പാരൻസും അമ്മയും ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. കൂട്ടത്തിൽ കൺമണിയുമുണ്ട്. കൺമണി മാറി നിന്ന് പരമുവിനെ വിളിക്കുകയാണ്. പരമിനോട് ചോദിക്കുന്നുണ്ട്, എടാ പരമു, ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ പരമു പറയുന്നുണ്ട്, അത് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതെന്താ നീ അങ്ങനെ പറയുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആ ജഡ്ജിയെ കൊന്നുകളയാൻ, അത് നീ ചെയ്തില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും പരമു പറയുന്നുണ്ട്, എന്താ കൺമണി നീ പറയുന്നത്? അങ്ങനെ ഒരു ജഡ്ജിയെ കൊല്ലുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമാണോ? അദ്ദേഹത്തിന് സെക്യൂരിറ്റിയൊക്കെ ഉണ്ടാവില്ലേ? അത്രയും സംരക്ഷണത്തിലായിരിക്കില്ലേ അദ്ദേഹം അവിടെ ജീവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, എന്താ പരമോ നീ പറയുന്നത്? അദ്ദേഹം ജഡ്ജി ആയിരുന്നു മുൻപ്, പക്ഷേ ഇപ്പോഴല്ല. നിനക്കത് അറിയാവുന്ന കാര്യമല്ലേ? അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീടിന് ഒരു സെക്യൂരിറ്റിയുമില്ല. നമ്മളുടെ പോലെ തന്നെ സാധാരണപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹവും. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം നീ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ നോക്ക്. വിക്രമും വേദയും ഈ അമ്പലത്തിൽ പ്രധാനപ്പെട്ട ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അവരുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച്. അത് വിക്രമും വേദയും വേദ വിക്രമിനോടൊപ്പം ആ കർമ്മം നിർവഹിക്കാൻ പാടില്ല. അതാണ് എൻ്റെ തീരുമാനം. അവളുടെ അച്ഛൻ ആപത്തിൽപ്പെട്ടു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് അറിഞ്ഞാൽ അവൾ ഒരിക്കലും ഇവിടെ നിൽക്കില്ല. ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടും. എൻ്റെ ആവശ്യം അതാണ്. ഇത് കേട്ടതും പരമു പറയുന്നുണ്ട്, ശരി കൺമണി, ഞാൻ ശ്രമിക്കാം, ഞാൻ ചെയ്യാമെന്ന് പറയുന്നു. ഇത് കേട്ടതും കൺമണിയും പറയുന്നുണ്ട്, ശ്രമിച്ചാൽ പോരാ, നടക്കണം. നടന്നതിന് ശേഷം മാത്രം നീ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുന്നു. ശരി കൺമണി എന്ന് പറഞ്ഞുകൊണ്ട് പരമു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൺമണി വേദയെ വിളിക്കുന്നുണ്ട്. സൗണ്ട് മാറ്റിയാണ് സംസാരിക്കുന്നത്. ആപ്പ് ഉപയോഗിച്ച് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അത് കൺമണി സംസാരിക്കുമ്പോൾ ഒരു പുരുഷൻ്റെ സൗണ്ടിലാണ് വേദയ്ക്ക് കേൾക്കുന്നത്. കൺമണി ചോദിക്കുന്നുണ്ട്, കളക്ടർ മാഡം, ഞാൻ ആരാണെന്ന് മനസ്സിലായല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ വിളിച്ചത്? അത് പറയൂ, ഞാൻ ഇവിടെ അർജൻറ്റ് ജോലിയിലാണെന്ന് പറയുന്നു. ഇത് കേട്ടതും കൺമണി പറയുന്നുണ്ട്, ഞാൻ ഒരു ഇൻഫോർമേഷൻ തരാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ വളരെ നിസ്സാരമായി കരുതരുത്. ഇതിനു മുൻപ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് അത് വ്യക്തമായിട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വേദ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, നിങ്ങളുടെ അച്ഛൻ്റെ ജീവൻ അപകടത്തിലാണ്. ഇത് കേട്ടതും വേദ ഞെട്ടുന്നുണ്ട്. ഞാൻ പറയുന്നത് സത്യമാണ്. നിങ്ങളുടെ അച്ഛൻ ഇപ്പോൾ അപകടത്തിലാണ്. ഒരു 5-10 മിനിറ്റിനുള്ളിൽ അദ്ദേഹം കൊല്ലപ്പെടും. നിങ്ങളുടെ വീട്ടിലേക്ക് അതിനുള്ള ആളുകൾ എത്തുന്നുണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ടതും വേദ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്താണ്, തെളിച്ചു പറയൂ എന്ന് പറയുകയാണ്. പെട്ടെന്ന് കൺമണി കോൾ അങ്ങ് കട്ട് ചെയ്യാണ്. പെട്ടെന്ന് വേദ കപിലനെ വിളിക്കുന്നുണ്ട്. എന്നാൽ കപിലന് കോള് പോകുന്നില്ല.
ഉടനെ വിക്രം എല്ലാവരും വേദയുടെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. വേദ എന്താണ് മാറി നിന്ന് സംസാരിക്കുന്നത്? ചടങ്ങ് നടത്താനുള്ള സമയമായല്ലോ, എന്താ വേദ ഇങ്ങോട്ടേക്ക് വരാത്തതെന്നുള്ള ചിന്തയിലാണ് എല്ലാവരും വേദയെ കാത്തു നിൽക്കുകയാണ്. പൂജാരി പറയുന്നുണ്ട്, സമയമായി, എവിടെ കളക്ടർ മാഡം എവിടെ എന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ വേദ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, ഈ പരിപാടി, ഈ ചടങ്ങ് അല്പസമയം ചെയ്തിട്ട് നടത്തിയാൽ മതിയോ, കുറച്ച് നേരത്തേക്ക് നീട്ടിവെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ കമലാമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. കമലാമ്മ അവരോട് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ഇവൾ തന്നെ ഈ ചടങ്ങ് നടത്തണമെന്ന് പറഞ്ഞത്? എൻ്റെ ആൺമക്കളുണ്ടായിരുന്നല്ലോ, അവരെ കൊണ്ട് ചെയ്യിക്കാമായിരുന്നില്ലേ? ഇവളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ, ഇപ്പോൾ കണ്ടില്ലേ അവൾ കാലുമാറി. അങ്ങനെ കുടുംബത്തിലെ മുതിർന്നവർ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇത്, നീ ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഇന്നത്തേക്ക് വെച്ചത്, പിന്നീട് എന്താ ഇതിൽ നിന്നും പിന്മാറുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, അത് എൻ്റെ അച്ഛനൊരു ആപത്ത് ഉണ്ടെന്ന് ഒരു കോള് വന്നു, എനിക്ക് എൻ്റെ അച്ഛനെ രക്ഷിക്കണം, അതിന് പെട്ടെന്ന് തന്നെ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം, അതിന് ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും പോയേ പറ്റൂ. എന്നാൽ വേദയുടെ ഈ സിറ്റുവേഷൻ കണ്ട് കൺമണി ആരും കാണാതെ ചിരിക്കുന്നുണ്ട്. എന്താ വേദ പ്രശ്നമെന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. ഉടനെ വേദ പറയുന്നുണ്ട്, അത് അച്ഛൻ എന്തോ ആപത്ത് വരുന്നു, ആരോ എന്നെ വിളിച്ച് പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് അച്ഛനെ രക്ഷിക്കണം, എനിക്ക് അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയുന്നു. ഉടനെ തന്നെ വിക്രം പറയുന്നുണ്ട്, ഇല്ല, ആരും അച്ഛനെ ഒന്നും ചെയ്യില്ല, എനിക്ക് ഇൻഫോർമേഷൻ വന്നിട്ടുണ്ട്, അത് ശരിയായിരിക്കുമെന്ന് വേദ പറയുന്നുണ്ട്. വേദ, നീ എന്താ ഈ പറയുന്നത്? ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞാനല്ലേ പറയുന്നത്, അത് നിനക്കെങ്ങനെ അറിയാമെന്ന് വേദ ചോദിക്കുന്നുണ്ട്. നീ അങ്ങോട്ട് നോക്ക് എന്ന് വിക്രം പറയുമ്പോൾ വിക്രം ചൂണ്ടിക്കാട്ടുന്ന സ്ഥലത്തേക്ക് വേദ നോക്കുന്നു. അപ്പോഴാണ് അവിടെ ഒരു കാറ് വന്ന് നിൽക്കുന്നതും അതിൽ നിന്നും അച്ഛൻ ഇറങ്ങി വരുന്നതും കാണുന്നത്. ഇത് കണ്ടതും വേദയ്ക്ക് സന്തോഷമാവുകയാണ്. അങ്ങനെ ശങ്കരനാരായണൻ വേദയുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. വേദയോട് അടുത്തെത്തിയതും ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ഇങ്ങനെ നോക്കുന്നത്? ഉടനെ വേദ ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛൻ അങ്ങനെ ഇവിടെ വന്നു, ആരാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? അത് കേട്ടതും ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അത് വിക്രം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ ചടങ്ങ് ചെയ്യുന്നത് കാണാൻ എനിക്കും ആഗ്രഹമുണ്ടാവില്ലേ, ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വാ എന്ന് എന്നോട് പറഞ്ഞതായിരുന്നു, ഉടനെ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടു എന്ന് പറയുന്നു. ഇത് കേട്ടതും നമ്മുടെ വേദ വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. വിക്രം പറയുന്നുണ്ട്, അത് വേദ, അച്ഛനൊരു ആപത്ത് വരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞാൻ അച്ഛനെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത്. എന്തായാലും അച്ഛൻ ആ ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ, സമാധാനമായി. നീ ടെൻഷനാവാതെ വേദ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ശങ്കരനാരായണൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു. ശങ്കരനാരായണൻ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ അപ്പുറത്തു നിന്നും ആരോ ടെൻഷനായി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഫോൺ കട്ടാക്കിയതും വിക്രമിനോട് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അതെ വിക്രം, വേദ പറഞ്ഞത് ശരിയാണ്, വീട്ടിൽ ആയുധധാരികളായ അക്രമികൾ വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് സെക്യൂരിറ്റിയാണ് ഇൻഫോം ചെയ്തത്, അവിടെ എവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ വന്നത്, സെക്യൂരിറ്റിക്കാരെ പിടിക്കുമ്പോഴേക്കും അവർ ഓടിക്കളഞ്ഞു. വിക്രം, ഇപ്പോൾ നീ എൻ്റെ ജീവൻ രക്ഷിച്ചു മോളെ, എൻ്റെ ജീവൻ കൂടിയാണ് നമ്മുടെ വിക്രം രക്ഷിച്ചതെന്ന് പറയുന്നു. ഇത് കേട്ടതും വേദ വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. വിക്രം പറയുന്നുണ്ട്, എന്താ അച്ഛ ഇത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അച്ഛനൊന്ന് സമാധാനമായിട്ട് ഇരിക്കുക എന്ന് പറയാണ്. അപ്പോഴേക്കും പൂജാരി ചടങ്ങുകൾക്കുള്ള സമയമായി എന്ന് പറയുന്നു. ആയിക്കോട്ടെ, തുടങ്ങാമെന്ന് വേദയും വിക്രമും പറയുന്നുണ്ട്. എന്നാൽ താൻ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ സംഭവിക്കാത്തത് കൊണ്ട് കൺമണിയാകെ കലിതുള്ളി നിൽക്കുകയാണ്. വിക്രമിൻ്റെ മനസ്സിൽ ദേഷ്യം വരുന്നുണ്ട്. കൺമണിക്ക് വിക്രമിനോട് ഒരുപാട് ദേഷ്യം തോന്നുകയാണ്. കൺമണി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എടാ വിക്രം, ഇവിടെയും നീ ജയിച്ചു അല്ലേ, ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ല. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വിക്രമും വേദയും അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. പോകുന്ന വഴിക്ക് മഞ്ഞൾ കലക്കിയ വെള്ളവുമായി കുറച്ച് പെൺകുട്ടികൾ വിക്രമിൻ്റെ ദേഹത്തൊഴിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്നാൽ വിക്രം അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നുണ്ട്. അവർക്ക് പിടികൊടുക്കാതെ ചുറ്റും കറങ്ങി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വേദ ഇതെല്ലാം കാണുന്നുണ്ട്. പെട്ടെന്ന് വിക്രം ഒരു ബക്കറ്റിൽ നിന്നും കുറച്ച് വെള്ളം എടുക്കുകയാണ്. എന്നിട്ട് വേദയുടെ മുഖത്തേക്ക് അങ്ങ് ഒഴിക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരും അത് കണ്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ്. കളക്ടറുടെ ദേഹത്തേക്കാണല്ലോ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. വേദ എങ്ങനെ പ്രതികരിക്കുമെന്ന് വിക്രമിനും അറിയില്ലായിരുന്നു. വിക്രമും പേടിച്ചു പോയി. എന്നാൽ വേദ പെട്ടെന്ന് അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോഴെല്ലാവരും ഒപ്പം ചിരിക്കുന്നുണ്ട്. അങ്ങനെ വേദയും ആ ബക്കറ്റിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് വിക്രമിൻ്റെ ദേഹത്തേക്ക് ഒഴിക്കുന്നു. വിക്രമിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്നാൽ കൺമണി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് വിക്രമിൻ്റെ ദേഹത്തേക്ക് ഒഴിക്കാൻ വേണ്ടി ഓടി വരുന്ന സമയത്താണ് ഈ കാഴ്ച കാണുന്നത്. കൺമണി ആകെ സ്റ്റക്കായി നിൽക്കുകയാണ്. കൺമണിക്കാകെ ദേഷ്യം വരുന്നുണ്ട്.
എന്നാൽ ഇതൊന്നും കൺമണി വേദയോ വിക്രമോ കാണുന്നില്ല. വേദ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് വീണ്ടും വിക്രമിൻ്റെ ദേഹത്ത് ഒഴിക്കാൻ വേണ്ടി വിക്രമിൻ്റെ പിറകെ ഓടുന്നുണ്ട്. എന്നാൽ വേദയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി വിക്രമും ഓടുന്നു.